ഇപ്പൊ കുപ്പി മേടിച്ചു കൊടുക്കാനുള്ള ആവതുകൊണ്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ആളില്ല. മച്ചാൻ പറയണത് മച്ചാന്റെ അച്ഛനെ പറ്റിയിട്ടാണ്. ഇപ്പോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ നോക്കാനുള്ള സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലുള്ള കഴിവുണ്ട്. പക്ഷെ അച്ഛനില്ല. എന്നെ കേൾക്കുന്ന എന്റെ മച്ചാന്മാരോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളെ നമ്മള് നല്ല രീതിയിൽ നോക്കണം. നമ്മളാൽ കഴിയുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ട്, അവർക്ക് ചെറിയൊരു ആഗ്രഹമുള്ളോ അത് ഇന്ന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും ചെയ്യാന്നല്ല. അത് ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അത് അന്ന് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം കേട്ടാ. കാരണം അത് പണ്ട് കാരണവര് പറഞ്ഞിട്ടുണ്ട്, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ്, അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഇത് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ വന്നിട്ട് ഈ വെയിൽ കൊണ്ട് പണിയെടുത്ത് തുടങ്ങിയപ്പോ മനസ്സിലായി അച്ഛൻ അധ്വാനിച്ചിരുന്നതും ആ പൈസയുടെ മൂല്യത്തിനൊക്കെ എന്ത് വില ഉണ്ട്, അല്ലെങ്കിൽ ആ പൈസക്ക് എത്ര മൂല്യം അച്ഛനൊക്കെ കൽപ്പിച്ചിരുന്നു എന്നുള്ളത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഞാൻ എന്റെ രീതിയിൽ നമുക്കൊരു വരുമാനം വരൽ തുടങ്ങിയപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ അച്ഛനും അമ്മേനും ഒക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ലക്ഷ്യം. അവർക്ക് എന്തൊക്കെ വേണമെന്നുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എന്റെ മച്ചാന്മാര്, കേൾക്കുന്ന മച്ചാന്മാര്, മാതാപിതാക്കളെ എങ്ങനെയാണോ നമ്മൾ കൊണ്ടുനടക്കണം അതുപോലെ കൊണ്ട് നടക്കണം. അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യപ്പെട്ട ഒരു സാധനം എന്നുള്ളത്. ഒന്നും ചെയ്യാനില്ലെങ്കിലും നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അമ്മ എന്ന് വിളിക്കുമ്പോ എന്താ അച്ഛന്ന് വിളിക്കുമ്പോ അവിടെ ഉണ്ട്, അത് മതി നമുക്ക്. അത് അവിടെ ഉണ്ടാവണം എന്നുള്ളത് ഏതൊരു മക്കളുടെ ആഗ്രഹം തന്നെയാണ്. അപ്പോ മച്ചന്മാര് മാതാപിതാക്കളെ മാക്സിമം അവരെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയിപ്പോ ആഗ്രഹങ്ങൾ പറയണില്ലെങ്കിൽ എന്തെങ്കിലും കണ്ടറിയാനുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഉഷാറാവട്ടെ കാര്യങ്ങള്, ചെതറട്ടെ, മുഴുവടൊക്കെ തന്നെ നിങ്ങളെ പരിപാടി നടക്കട്ടെ.